മന്ത്രി എം ലിജുവിന്റെ ഇടപെടലിനെ തുടർന്ന് കരിപ്പുഴത്തോട്ടിലെ തടസ്സങ്ങൾ ദേശീയപാത അതോറിറ്റി നീക്കം ചെയ്തു. കായംകുളം നഗരസഭയിലെ 9-ാം വാർഡിലെ സന്ദർശനത്തിനിടെ ഹൈവേ പാലത്തിന് താഴെയുള്ള കരിപ്പുഴത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു നടപടി. കായംകുളം നഗരസഭയിലെ 9-ാം വാർഡിലെ പുത്തൻകണ്ടം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ വീടുകൾ മന്ത്രി എം ലിജു സന്ദർശിച്ചതിനെ തുടർന്നാണ് കരിപ്പുഴത്തോട്ടിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചത്. സന്ദർശനത്തിനിടെ ദേശീയപാത പാലത്തിന് താഴെയുള്ള കരിപ്പുഴത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സമായി മരക്കൊമ്പുകളും തെങ്ങിൻ തടികളും നിർമ്മാണാവശിഷ്ടങ്ങളും കിടക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഒഴുക്കിന് തടസ്സമായി കിടന്ന മരക്കൊമ്പുകൾ, തെങ്ങിൻ തടികൾ, നിർമ്മാണാവശിഷ്ടങ്ങൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ദേശീയപാത പാലത്തിന് കീഴെയുള്ള കരിപ്പുഴത്തോട്ടിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.